الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യവും അവൻ്റെ പൊരുത്തവും അവൻ്റെ തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരാണ് നാം എന്ന ബോധ്യമാണ് വെള്ളിയാഴ്ചകൾ നമുക്ക് നൽകേണ്ടത്. ആരാണ് നാം? നമ്മൾ സാധാരണക്കാരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഏക സൃഷ്ടികളാണ് നാം. ആ ഒരു ബോധ്യമാണ് ജീവിതത്തിൽ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഓരോ വെള്ളിയാഴ്ചകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. വെള്ളിയാഴ്ചകൾ ഓർമ്മപ്പെടുത്താനുള്ളതാണ്, പുതിയതായി വല്ലതും പഠിക്കാനുള്ളതല്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്, പല വിഭാഗം ആളുകളുണ്ട്. എനിക്ക് വിവരമുണ്ട് എന്ന വിവരം ഉള്ളവരുണ്ട്, എനിക്ക് വിവരമില്ല എന്ന വിവരമുള്ളവരുമുണ്ട്. എനിക്ക് വിവരമുണ്ട്, പക്ഷേ ആ വിവരം എനിക്ക് ഉപയോഗപ്പെടുത്താനാവുന്നില്ല എന്ന മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അതിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യരുമുള്ളത്. അവർ നല്ലവരാ, അവരെ നമ്മൾ ഓർമ്മിപ്പിച്ചാൽ മതി. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മിപ്പിച്ചോളൂ, ഓർമ്മിപ്പിച്ചോളൂ. ഓർമ്മിപ്പിക്കൽ മുഅ്മിനുകൾക്ക് ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബകളെക്കുറിച്ച് സഹാബത്ത് വിവരിച്ചു തന്നില്ലേ?
കാന യഖറഉൽ ഖുർആന വയുദക്കിറുന്നാസ്. ഖുർആൻ ഓതി ജനങ്ങളെ ഓർമ്മിപ്പിക്കും. അതിനു മുമ്പ് കേട്ട ഖുർആനാ, അതിനു മുമ്പ് കേട്ട ദീന. പക്ഷേ ഈ ഓർമ്മിപ്പിക്കലാണ് പ്രധാനം. നമുക്കാവശ്യം അതാണ്. ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ, ഓർമ്മിപ്പിക്കുന്ന ഒരു കുടുംബം, ഓർമ്മിപ്പിക്കുന്ന കുറേ സ്നേഹിതന്മാർ, ഓർമ്മിപ്പിക്കുന്ന ഒരു ഖത്തീബ്, ഓർമ്മിപ്പിക്കുന്ന ഒരിടം, ഒരു പള്ളി. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കൊരുപാട് സ്വകാര്യ സമയങ്ങൾ കിട്ടാറുണ്ട്. എന്തിനാണ് ഈ സ്വകാര്യ സമയങ്ങൾ? ഇത് നമുക്ക് ആത്മവിചാരണയ്ക്ക് വേണ്ടിയുള്ളതാണ്. സ്വകാര്യ സമയങ്ങൾ നമ്മൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകാറുണ്ട്, പലപ്പോഴും ആരുമില്ലാതെ ഒറ്റക്കും ഉണ്ടാകാറുണ്ട്. ഇത് രണ്ടായാലും ശരി, നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഒരാത്മവിചാരണക്കാണ്. അതുപോലെയുള്ള ഒരു സ്വകാര്യ സമയമാണ് ഈ വെള്ളിയാഴ്ച. നമ്മൾ മാത്രമാണ് ഈ പള്ളിയിൽ. ഇത് സ്വകാര്യമാണ്. ഇവിടെ ആരുമില്ല, ആരുമില്ല. ഈ ആരുമില്ലാത്ത ഘട്ടത്തിൽ ഇങ്ങനെയുള്ള അതിമനോഹരമായ ഒരിടം ബൈത്തുല്ലാ, ആ ബൈത്തുല്ലായിലേക്ക്, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്, അള്ളാഹു വിളിച്ചിട്ട് അതിഥികളായി വന്നിട്ടുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് ആലോചിച്ച് ഒരാത്മവിചാരണ നടത്താനാണ്. ആരും കാണാത്തപ്പോൾ എന്താണോ അതാകണം നാം. അതാണ് ശരിക്കും നാം. ആരും കാണാത്തപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ അയാൾ. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സ്വഭാവം, പ്രവൃത്തി, വസ്ത്രം, ഇതിലൊക്കെ ഒരു കൃത്രിമത്വമുണ്ടല്ലോ, ഉണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിനൊക്കെ ഒരു കൃത്രിമത്വമുണ്ട്. അത് വസ്ത്രം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ എൻ്റെ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളാരും അങ്ങനെയല്ല. നമ്മളറിയണം അത്. ആ കൃത്രിമത്വം ഒരു വിശ്വാസിയുടെ ഉള്ളിലുണ്ടാകാൻ ഒരിക്കലും പാടില്ല. ആളുകളുടെ അംഗീകാരം കിട്ടുമെന്ന് ഉറപ്പുള്ളത് മാത്രമാണ് ഓരോരുത്തരും പ്രദർശിപ്പിക്കുന്നത്. അല്ലാത്തത് പ്രദർശിപ്പിക്കില്ലല്ലോ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രഹസ്യമായാണ് ചെയ്യുക, രഹസ്യമായി ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുമ്പോഴാണ് നാം കെടാവിളക്കുകളാവുക. നാം കെടാവിളക്കുകളാകേണ്ടവരാണ്. കെട്ടുപോകുന്ന വിളക്കുകളാകരുത്. കാറ്റൊരുപാടടിക്കും, ഒരുപാട് കാറ്റുകളടിക്കും, പലതരം കാറ്റുകളിലൊന്നും തന്നെ കെട്ടുപോകാത്ത വിളക്കുകളാകണം നാം. അതിന് നമ്മൾ ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകണം, രണ്ടാളാകരുത്. അല്ലാത്തവരുടെ അവസ്ഥ വെളിച്ചമുണ്ടാകാത്ത വിളക്ക് മാത്രമായിരിക്കും. വെളിച്ചമുണ്ടാവില്ല, വിളക്കുണ്ടാവും. നമ്മളങ്ങനെ ആകരുത്. അതുകൊണ്ട് വീണ് കിട്ടുന്ന സ്വകാര്യ സമയങ്ങളെ ആത്മവിചാരണയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒറ്റക്കിരുന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്ത് ചെയ്തു ഒറ്റക്കിരുന്ന്? വഫീ അൻഫുസികും, നിങ്ങളിലേക്ക് നോക്കിയോ? നോക്കണം. അഫലാ തുബ്സിറൂൻ, കാണുന്നില്ലേ നിങ്ങളെ, നിങ്ങളുടെ ഒറിജിനൽ പിക്ചർ? ഈ ഒറിജിനൽ പിക്ചറാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നാം. ഇവിടെയാണ് മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെട്ടു പോയത്. മുസ്ലിം ഉമ്മത്തിലെ എല്ലാ കക്ഷികളും പരാജയപ്പെട്ടു പോയത് അവിടെയാണ്. പക്ഷേ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, ക്രൈസിസ് എന്താ?
സാമ്പത്തിക ക്രൈസിസാണോ? യുദ്ധപാടവങ്ങളില്ലാത്തതാണോ? ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ആയുധങ്ങളില്ലാത്തതാണോ? സമ്പത്തില്ലാത്തതാണോ? സ്വാധീനമില്ലാത്തതാണോ? അല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ഈ പറഞ്ഞതാണ്. വെളിച്ചത്തൊന്നും ഇരുട്ടത്ത് മറ്റൊന്നുമാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു മോറൽ ക്രൈസിസാണ് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഈ ചിത്രമല്ല എൻ്റെ വീട്ടിനകത്തുള്ള ചിത്രം. നമ്മുടെയൊക്കെ കുടുംബത്തോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ആരാണെന്ന്. അവിടെയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യം നബി പറഞ്ഞല്ലോ, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മകാരിമുൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. നമ്മൾ ആലോചിക്കണം നമ്മളെക്കുറിച്ച്. മകാരിമുൽ അഖ്ലാഖ്, പൂർത്തീകരണത്തിന് വേണ്ടി. എല്ലാ പ്രവാചകന്മാരും വന്നത് അതിനാണ്. ഉത്തമ സ്വഭാവത്തെ ഒരു ബിൽഡിങ്ങിനോട് ഉപമിക്കുകയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു ചെറിയ ഇടം ബാക്കിയുണ്ടായിരുന്നു. ആ കല്ല് പൂർത്തിയാക്കിയപ്പോഴാണ്, ആ ഇഷ്ടിക വെച്ച് അത് ഫിനിഷ് ചെയ്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയായത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, ദീൻ എന്ന് പറഞ്ഞാൽ അതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ധരിച്ചിട്ടുള്ള തൊപ്പിയോ നീളക്കുപ്പായമോ താടിയോ ഒന്നുമല്ല. എൻ്റെ അകവും പുറവും ഒന്നാണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തലാണ്. അതാണ് സ്വഭാവ സംസ്കരണമെന്ന് പറയുന്നത്. നമ്മൾ ഓർക്കണം, ഈ സ്വഭാവ സംസ്കരണം സിദ്ധിച്ചിട്ടില്ലാത്ത ദീനെന്ന് പറയുന്നത് ഒരു ജഡ്ജിയില്ലാത്ത കോടതി പോലെയാണ്. ജഡ്ജിയില്ലാത്ത കോടതി എന്താ? ഒരു ബിൽഡിങ് മാത്രമല്ലേ? സ്വഭാവ സംസ്കരണം സിദ്ധിച്ചിട്ടില്ലാത്ത ദീൻ, നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കാൻ പറ്റാത്ത ദീൻ, അത് നിങ്ങൾ എത്ര നമസ്കരിച്ചാലും നോമ്പെടുത്താലും സക്കാത്ത് കൊടുത്താലും അത് പൂർത്തിയാവുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇസ്ലാം അതിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. വലിയ പ്രാധാന്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യമായി നബി പറയുകയാണ്, ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. സഹിഹായ വചനമാണ്, ഒരു സംശയവും ആർക്കും വേണ്ടതില്ല. എന്താണിത് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് സ്വഭാവ സംസ്കരണത്തെക്കുറിച്ചായിരുന്നില്ല. എന്നിട്ടും നബി പറയുകയാണ്, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ വന്നിട്ടുള്ളത് ഉത്തമ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാനാണ് എന്ന്. നബി തിരുമേനി വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ അത് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ എണ്ണി പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരെ ചരിത്രം പറയുന്നിടത്തും അത് പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞത് ഒരേ വാക്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? സ്വഭാവത്തേക്കാൾ, അഖീദയേക്കാൾ, വിശ്വാസത്തേക്കാൾ, തൗഹീദിനേക്കാൾ പ്രധാനപ്പെട്ടതാണോ സ്വഭാവം? അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ പ്രധാനപ്പെട്ടതാണ് സ്വഭാവം എന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സ്വഭാവ സംസ്കരണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന ഒരു വാക്കുണ്ട്. ഇന്നൽ ഖുലുഖ ഹുവ അബ്റസു മാ യറാഹു നാസ് വയുദ്രികൂനഹു മിൻ സായിരി അഅമാലിൽ ഇസ്ലാം. സ്വഭാവമെന്ന് പറയുന്നത് ഇസ്ലാമിലെ മറ്റു കർമ്മങ്ങളെക്കാൾ മനുഷ്യനിൽ പ്രകടമാകുന്ന ഒന്നാണ്.
ഫന്നാസു ലാ യറൗന അഖീദത അശ്ശഖ്സ്, മനുഷ്യർക്ക് ഒരാളുടെ അഖീദയെ കാണാൻ കഴിയില്ല, ഒരാളുടെ വിശ്വാസം എന്ത് എന്നത് കാണാൻ കഴിയില്ല. ലിഅന്ന മഹല്ലുഹാ അൽ ഖൽബ്, കാരണം അതിൻ്റെ സ്ഥലം ഖൽബാണ്. കമാ ലാ യറൗന കുല്ല ഇബാദാതി, മനുഷ്യൻ്റെ ഇബാദത്തുകളും വേറൊരാൾക്ക് കാണാൻ കഴിയില്ല. കുറച്ചല്ലേ കാണുള്ളൂ ഇബാദത്തുകൾ, കാണാൻ കഴിയില്ല. ലാകിന്നഹും യറൗന അഖ്ലാഖഹു, പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം മറ്റുള്ളവർ കാണും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നോക്കൂ, നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, വിനിമയം നടത്തുമ്പോൾ ഒക്കെ അത് പ്രകടമാകും, ആ പ്രകടമാകുമ്പോൾ നമുക്കറിയാം അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ വിശുദ്ധ ഇസ്ലാം പ്രചരിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരും വഅദ് പറഞ്ഞിട്ടല്ല, പ്രബോധകന്മാരിലൂടെയല്ല ഇസ്ലാം പ്രചരിച്ചത്, മറിച്ച് കച്ചവടത്തിന് വന്ന മനുഷ്യരുടെ സ്വഭാവത്തിലൂടെയായിരുന്നു. അല്ലേ? ഇന്ന് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്നതും ഏതിലൂടെയാണ്? എത്ര വ്യത്യാസം വന്നു തലമുറകൾ മാറിയപ്പോൾ. ഇന്നും ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്നത് ഏതിലൂടെയാണ്? ഇസ്ലാമിനെ വെറുക്കുന്നത് ഏതിലൂടെയാണ്? എന്നെ വെറുക്കുന്നത് ഏതിലൂടെയാണ്? മാറിയില്ലേ? വലിയ വ്യത്യാസം. അന്നത്തെ തലമുറ കച്ചവടത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്ന സമൂഹത്തിൻ്റെ ജീവിത സംസ്കാരവും സ്വഭാവവും രീതിയും കണ്ടിട്ട് മനുഷ്യർ ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ, അവർക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയെങ്കിൽ, അവർക്ക് സ്വന്തം പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുത്തെങ്കിൽ, ഇന്നോ വ്യത്യാസം വന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, വിശുദ്ധ ഇസ്ലാം ഈ സ്വഭാവ സംസ്കരണത്തെ പാകപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യം നൽകി. നമ്മുടെ സ്വഭാവം സംസ്കരിക്കപ്പെടണം, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഇസ്ലാമിലേക്ക് വന്ന ഉമർ, ഇസ്ലാമിലേക്ക് വരുന്നതിനുള്ള ഉമറും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ? നമുക്കറിയാലോ ആ വ്യത്യാസം, ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു ഉമർ മാത്രമല്ല, ഒരുപാട് ഉമറുമാരുണ്ടായിരുന്നു, പരുഷപ്രകൃതക്കാരായ ഉമറുമാർ. ആരായി മാറി? നിങ്ങൾ ആലോചിച്ചു, അവരാരായി മാറി? നിങ്ങൾ ആലോചിച്ചു. അബൂബക്കർ സിദ്ദീഖ് ഹിജ്റ പോകുമ്പോൾ തടഞ്ഞു നിർത്തിയ മുശ്രിക്ക് പ്രമുഖനെ നിങ്ങൾക്ക് പരിചയമില്ലേ? പോകാൻ പാടില്ല, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു, എന്തായിരുന്നു ആ പ്രഭാവം എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വഭാവ സംസ്കരണം എന്ന് പറയുന്നത് ഒരു കേവലം മാനേഴ്സ് അല്ല, ഇവിടുത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പഠിപ്പിക്കുന്ന എന്തെങ്കിലും മാനേഴ്സുകളല്ല അത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ടതാണത്, ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണത്. നമുക്കതിന് പ്രതിഫലമുണ്ട്. നമ്മൾ മത്സരിക്കേണ്ട ഇടമാണത്. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചത്, ഇന്ന അഹബ്ബകും ഇലൈ വഅഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ ഉഹാസിനുകും അഖ്ലാഖ. ആ വാക്ക് നിങ്ങൾ എഴുതി വെക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സാമീപ്യം നമ്മൾ കൊതിക്കുന്നു, അല്ലേ? നമ്മൾ ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിന് വേണ്ടി. അദ്ദേഹം പറയുകയാണ്, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഖിയാമത്ത് നാളിൽ ആരാ? ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. ഇതുപോലെ നമുക്ക് അതിൻ്റെ നേരെ വിപരീതവും പറഞ്ഞു. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അകലെയുള്ളവർ അസ്വഉകും അഖ്ലാഖ, ഏറ്റവും ചീത്ത സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, അറിയാമോ, നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണ്. എന്തിനാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത്? നമ്മളൊക്കെ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അമലുകൾ തൂക്കുന്ന ഒരു ചിത്രം, അല്ലേ?
ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഈ ചിത്രം വരച്ചു കാണിച്ചിട്ട് സമൂഹത്തോട് പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്. മിൻ ഹുസ്നിൽ ഖുലുഖ്. ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവത്തേക്കാൾ ഈ തുലാസിൽ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. മറ്റൊന്നുമില്ല. ഒരു വാക്ക് മതി, ഒരു തലോടൽ മതി, ഒരു പുഞ്ചിരി മതി. അത് ഭയങ്കര വെയിറ്റായിരിക്കും. തടവേണ്ട ഒരു തടവലും നമ്മൾ തടവാതെ പോകരുത്. തലോടേണ്ട ഒരു തലോടലും നമ്മൾ തലോടാതെ പോകരുത്. ഒരു ചുംബനവും ഒരു ആലിംഗനവും നാം ചെയ്യാതെ പോകരുത്. അത് മതി. അതായിരിക്കും നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഏറ്റവും വലിയ സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് തിരുമേനി സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആർത്തിയോടുകൂടി റസൂലിൻ്റെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഏറ്റവും അധികം ചെയ്യേണ്ട പ്രവർത്തനം ഏതാകുന്നു? എന്തായിരിക്കും ഉത്തരം? അള്ളാഹുവിൻ്റെ റസൂൽ രണ്ട് കാര്യം പറഞ്ഞത്, തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്. തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്. തഖ്വല്ലാഹ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇരുട്ടിലും വെളിച്ചത്തിലും നമ്മൾ ഒന്നാവുക. ലൈറ്റ് ഇട്ടാലും ലൈറ്റ് ഓഫാക്കിയാലും നമ്മൾ ഒന്നാ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നമുക്കാവണം അതിന്. രണ്ടാമത്തേത് ഹുസ്നുൽ ഖുലുഖ്. അതാണ് ഒരൊപ്പ സംശയമല്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു ജാമ്യമുണ്ട്. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ദിൽ ജന്ന. സ്വർഗത്തിൻ്റെ ഒത്ത നടുവിൽ നിങ്ങൾക്കൊരു പാലസ് തരാം, കൊട്ടാരം തരാം. റസൂലിൻ്റെ ജാമ്യമാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആലോചിക്കണം. അനാവശ്യമായ വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് റസൂൽ അത് വിശദീകരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ വാചകം, വബൈത്തിൻ ഫീ അഅലൽ ജന്ന. വബൈത്തിൻ ഫീ അഅലൽ ജന്ന. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു വീട് തരാം. മാഷാ അല്ലാഹ്. ആർക്കാ? ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാ നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കാണ്? ലിമൻ ഹസുന ഖുലുഖു. ലിമൻ ഹസുന ഖുലുഖു. ആരുടെ സ്വഭാവമാണോ നന്നാക്കിയത്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നന്നാവില്ല എന്നാരും വിചാരിക്കരുത്. അതാണ് രണ്ടാമത്തെ വിഷയം. അഥവാ ഇത് നമുക്ക് കേവലം മനുഷ്യരെ കാണിക്കാനുള്ളതല്ല, എന്താളുകൾ വിചാരിക്കും എന്നതിനുള്ളതല്ല, മറിച്ച് എൻ്റെ സ്വർഗത്തിലേക്കുള്ളതാണ്, എൻ്റെ തുലാസിൽ കനം തൂങ്ങാനുള്ളതാണ്. എനിക്ക് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ഒരു വീട് കിട്ടാനുള്ളതാണ്. മാഷാ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സിമ്പിളാണ് നമ്മുടെ ദീനെന്ന് പറഞ്ഞാൽ. മൂന്നാമതായി ആലോചിക്കണം, ഈ സ്വഭാവ സംസ്കരണവും ശുദ്ധിയുമാണ് സഹോദരങ്ങളെ ഈ ഉമ്മത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖർയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. ആരെയാണ് നശിപ്പിക്കുക എന്ന് പറയുന്നത്? ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നത് ഏത് സമൂഹത്തെയാണ്? ഫഫസഖൂ ഫീഹാ. ഫസഖൂ, ഫിസ്ഖ് കാണിച്ചവരാണ്. ഫാസിഖ് എന്നുള്ള പദം ധാരാളമായി ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫാസിഖ് അതൊരു വല്ലാത്ത പദമാണ്. ഫിസ്ഖ് എന്ന് പറഞ്ഞൊരു ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴത്തിൻ്റെ സവിശേഷത, അത് നിലത്ത് വീണാൽ പിന്നെ തിന്നാൻ കൊള്ളൂല. സാധാരണ ഈത്തപ്പഴത്തിനൊരു കവറുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കെടുത്ത് ഒരു തൊലി ഉണ്ടാവും, അപ്പോൾ ശരിക്ക് കഴുകി തിന്നാം. ഈ ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകത, ഇത് പൊഴുത്ത് പാകാകുമ്പോഴേക്കും അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകും. ഇപ്പോൾ കർഷകർ സാധാരണ ഒരു വല കെട്ടല, താഴെ വീഴാതിരിക്കാൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാണ് ഫുസൂഖ് എന്ന് പറഞ്ഞാൽ. താഴെ വീണാൽ ചീത്തയാവും, ശുദ്ധിയാക്കാൻ പറ്റാത്ത വിധം ചീത്തയാവും. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അതാണ്. കഴുകിയാൽ ശുദ്ധിയാവില്ല, പിന്നെ കുരു കിട്ടുള്ളൂ. ഈത്തപ്പഴം കഴുകിയാൽ കുരു മാത്രമേ കിട്ടുള്ളൂ, തിന്നാൻ കൊള്ളൂല, ശുദ്ധിയാവില്ല.
ഫഫസഖൂ ഫീഹാ, അമ്മാരി സ്വഭാവം കാണിച്ചു. അപ്പോഴാണ് ഫഹഖ അലൈഹൽ ഖൗൽ, അല്ലാഹുവിന്റെ ശിക്ഷയുടെ വാക്ക് വന്നു. ഫദമ്മർനാഹാ തദ്മീറ, നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് നല്ല സ്വഭാവങ്ങൾ എന്നർത്ഥം. ഫുസൂഖ് വരാതിരിക്കുക എന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കപ്പെടുന്നുണ്ടോ തകർക്കപ്പെടുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനം അവരുടെ സ്വഭാവത്തിലെ പ്രകൃതത്തിലെ അധർമ്മമാണ്. ഏത് സമൂഹത്തിൻ്റെയും കഥ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അത് കാണാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കണം. നാലാമതായി ഓർക്കേണ്ടത് സഹോദരങ്ങളെ, സൽസ്വഭാവമെന്ന് പറയുന്നത് നമുക്കിടയിൽ സ്നേഹമുണ്ടാക്കും, രജ്ഞിപ്പുണ്ടാക്കും, യോജിപ്പുണ്ടാക്കും, ഐക്യമുണ്ടാക്കും. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തോന്നും, അണച്ചുകൂട്ടി പിടിക്കാൻ തോന്നും. ഞാനും നിങ്ങളും ആലിംഗനം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രസരിക്കും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ എന്നിലേക്ക് പ്രസരിക്കും. ആ പ്രസരണത്തെ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ല. തആനഖു, തഹാദു, തഹാബ്ബു, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്. നിങ്ങൾ ആലോചിച്ചു, വല്ലാത്തൊരു സംഗതിയല്ലേ. ഖുർആൻ പറഞ്ഞു, വലാ തസ്തബിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒന്നല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങളെപ്പോഴും നന്മ കൊണ്ടായിരിക്കണം പ്രതിരോധിക്കേണ്ടത്. നിങ്ങളോടൊരാൾ തിന്മ ചെയ്താൽ പോലും നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കണം. അപ്പോഴൊരത്ഭുതം കാണാം, മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കാത്ത അത്ഭുതം, നമുക്ക് പരിചയമില്ലാത്ത അത്ഭുതം. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അപ്പോൾ നിൻ്റെയും ശത്രുത ഉള്ളവൻ്റെയും ഇടയിൽ ഒരിക്കലും നിങ്ങളറിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ വരും. ആ അവസ്ഥക്ക് ഖുർആൻ പറഞ്ഞ പേര് കഅന്നഹു വലിയ്യുൻ ഹമീം എന്നാണ്. ശത്രുത നീങ്ങുമെന്ന് മാത്രമല്ല, വെറുപ്പില്ലാതാകുമെന്ന് മാത്രമല്ല, ഹമീം എന്ന് പറഞ്ഞ ഒരവസ്ഥ വരും. ഓ, വല്ലാത്തൊരവസ്ഥയാണ്, പറയാൻ വാക്കുകളില്ല. ഹമീം അതൊരു വല്ലാത്ത ബന്ധമായിരിക്കും. അത് രക്തബന്ധമല്ല, അത് വൈവാഹിക ബന്ധമല്ല. ആ ബന്ധത്തിൻ്റെ പേര് വേറെയാണ്. ആ ബന്ധമാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടും, ഒരു സംശയവുമില്ല. ഇത് നമ്മളറിയണം. ഇത് നമുക്ക് കേസിന് പകരം കേസ് കൊടുത്തേ പരിചയമുള്ളൂ. നമ്മളെ ദുഷിച്ച വാക്ക് പറഞ്ഞവനോട് ദുഷിച്ച വാക്ക് പറഞ്ഞേ പരിചയമുള്ളൂ. നമ്മളോട് മുഖം ചുളിച്ചവനോട് മുഖം ചുളിച്ചേ പരിചയമുള്ളൂ. മാറണം. മാറിയാൽ ലോകം മാറും. ലോകം മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. വളരെ കൃത്യമായി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഇസ്ലാമിക ലോകത്ത് ജീവിച്ച ഏറ്റവും നല്ല ഡോക്ടറായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിവരിക്കുന്നുണ്ട്, എല്ലാ രോഗങ്ങളും മാറും. എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാനം ഇതാണ്. നമ്മൾ ഏറ്റി നടക്കുക, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ഇതൊക്കെ മാറണം സഹോദരന്മാർ. നമ്മളെപ്പോഴും ഓർക്കണം. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, 2 സൗന്ദര്യമാണ് ലോകത്തുള്ളത്. 2 സൗന്ദര്യം. ഒന്നാമത്തേത് ജമാലുൻ ഹിസ്സി, ഭൗതികമായ സൗന്ദര്യം അല്ലേ. നമ്മുടെ വസ്ത്രം, നമ്മുടെ രൂപം, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വാഹനം, നമ്മുടെ സമൂഹത്തിലെ പൊസിഷൻ, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, ഇതിലൊക്കെ ഒരു സൗന്ദര്യമുണ്ട് അല്ലേ. രണ്ടാമത്തെ ഒരു സൗന്ദര്യമുണ്ട്, അത് ജമാലുൻ മഅനവിയാണ്, ആന്തരികമായ സൗന്ദര്യമാണ്. ആന്തരികമായ സൗന്ദര്യം. ആ സൗന്ദര്യം അത് ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ്. എൻ്റെ സൗന്ദര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളും ഒരുപക്ഷെ എന്നിലേക്ക് നോക്കുമ്പോൾ ആ സൗന്ദര്യം കാണണം. അതെൻ്റെ സ്വഭാവത്തിലാണ്, എൻ്റെ സംസ്കാരത്തിലാണ്, എൻ്റെ പെരുമാറ്റത്തിലാണ്, എൻ്റെ വിനിമയത്തിലാണ്. അതാണ് നമ്മളെപ്പോഴും ഓർക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇങ്ങനെ പാടി, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുനാ ഇന്നൽ ജമാല ജമാലൽ ഇൽമി വൽ അദബി. സൗന്ദര്യം എന്ന് പറയുന്നത്
നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ വസ്ത്രത്തിലല്ല, മറിച്ച് ഇൽമിലും അദബിലുമാണ് സൗന്ദര്യം. എൻ്റെ അറിവ്, എൻ്റെ ജ്ഞാനം, അറിവെന്താന്നുള്ളതൊരു വിഷയമാണ്. എനിക്കുപകാരപ്പെടുന്നതിനാണ് അറിവ് എന്ന് പറയാം. എൻ്റെ അറിവ്, അതുപോലെ എൻ്റെ സ്വഭാവ സംസ്കരണം, ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളോട് ആദ്യമായി ഓതി വെച്ച സൂറത്തു അഅറാഫിലെ വചനത്തിലൂടെ 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ 2 ഔറത്തുകളെക്കുറിച്ച്. മനുഷ്യൻ്റെ 2 ഔറത്ത് എന്ന് പറഞ്ഞ നഗ്നത. നിങ്ങൾ എന്നിൽ കാണാൻ ഇഷ്ടപ്പെടാത്തതിനാണ് എന്ത് പറയുക, ഔറത്ത് എന്ന് പറയും. 2 ഔറത്തുകളെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നു. ഒന്നാമത്തേത് ശരീരത്തിൻ്റെ ഔറത്താണ്. ആ ഔറത്ത് മറക്കാൻ അള്ളാഹു വസ്ത്രം നൽകി. അതാണ് അള്ളാഹു പറഞ്ഞു തുടങ്ങിയത്, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ. മനുഷ്യരെ, നിങ്ങൾക്ക് നാം വസ്ത്രം തന്നിട്ടുണ്ട്. വസ്ത്രം എവിടുന്ന് കിട്ടിയതാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ വസ്ത്രങ്ങളുടെ റോ മെറ്റീരിയൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഭയങ്കര അത്ഭുത. ചെടികളും പുഴുകളുമാണ് വസ്ത്രത്തിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അള്ളാഹു തന്നതാണ് ആ സിസ്റ്റം. എല്ലാ സിസ്റ്റവും ആ സിസ്റ്റം മാത്രമല്ല. നമുക്ക് അള്ളാഹുവിനെ കാണാൻ നമ്മുടെ വസ്ത്രം മാത്രം മതി. ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്ത, മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ മറക്കുന്നതിന് വേണ്ടിയുള്ള വസ്ത്രം തന്നു. വരീഷ, അത് മാത്രമല്ല, അതിമനോഹരമായി നിങ്ങൾ കണിഞ്ഞൊരുങ്ങാൻ. ഞാൻ ഈ വസ്ത്രം ഇട്ടിട്ടില്ലെങ്കിൽ എന്നെ കാണാൻ ഇത്ര ഭംഗിയുണ്ടാവില്ല. വരീഷ, അതാണ് ഒന്നാമത്തെ വസ്ത്രം, ബൗദ്ധികമായ വസ്ത്രം. അതിൽ നമ്മളൊക്കെ വല്ലാതെ ശ്രദ്ധിക്കുന്നവരാ അല്ലേ? എല്ലാവരും ബ്രാൻഡഡ് ഡ്രസ്സല്ലേ വാങ്ങാൻ എല്ലാവരും. എത്ര വില ബ്രാൻഡഡ് കമ്പനി പ്രഖ്യാപിച്ചാലും എത്രയാണോ അതിന് എഴുതിയത് അത് കൊടുത്തു വാങ്ങും, ഒരു മടിയില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു വസ്ത്രമുണ്ട്, അതാണ് നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം. അതേതാ? വലിബാസു തഖ്വാ ദാലിക ഖൈർ. വലിബാസു തഖ്വാ ദാലിക ഖൈർ. നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്താലും ലൈറ്റ് ഇട്ടാലും നമുക്കുള്ള ഒരു സൗന്ദര്യമുണ്ട്. അകവും പുറവും ഒന്നായ സൗന്ദര്യം. വലിബാസു തഖ്വാ, അതും വസ്ത്രമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ദാലിക ഖൈർ, ആദ്യത്തെ വസ്ത്രമല്ല നല്ലത്. നിങ്ങൾ ഏറ്റവും ബ്രാൻഡഡ് ആയത് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തെ വസ്ത്രമല്ല, രണ്ടാമത്തെ വസ്ത്രമാണ്. ബ്രാൻഡഡ് തഖ്വ എവിടെ കിട്ടും? എങ്ങനെ കിട്ടും? പരിശോധിക്കണം. ദാലിക മിൻ ആയാത്തില്ലാഹ് ലഅല്ലഹും യദ്ദക്കറൂൻ. അള്ളാഹു ഇത് പറഞ്ഞു തരുന്നത്, അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ പറഞ്ഞു തരുന്നത് ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്. സഹോദരന്മാരെ, നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ ഈ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ നാം മോടി കൂട്ടേണ്ടത് നമ്മുടെ ആന്തരിക സൗന്ദര്യത്തിനായിരിക്കണം. എത്ര പൈസ കോസ്മെറ്റിക്സുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ. എത്ര സമയമാണ് ഈ ബാഹ്യ സൗന്ദര്യം മോടി പിടിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്. മാറണം. കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടത് ആന്തരിക സൗന്ദര്യം മോടി പിടിപ്പിക്കാനായിരിക്കണം. കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്, അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, സ്വകാര്യ നിമിഷങ്ങൾ ആത്മസംസ്കരണത്തിന് വേണ്ടി. അങ്ങനെ സംസ്കരിക്കുമ്പോൾ എനിക്കെൻ്റെ സൗന്ദര്യം കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിച്ചത് ഒരു കാര്യം മാത്രമാണ്. നമ്മൾ സ്വർഗത്തിന് വേണ്ടിയുള്ളവരാണ്. നരകത്തിൻ്റെ ആളുകളല്ല നാം, സ്വർഗത്തിന് വേണ്ടിയുള്ളവരാണ്. സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നാം ഈ രീതിയിലൊരു സംസ്കരണത്തിന് സന്നദ്ധമാവുക എന്നതാണ്. അല്ലാഹു സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംസ്കരണം ഉണ്ടാകണം. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെയും പ്രശ്നമാണ്. എനിക്കറിയാം ഞാൻ ചീത്തയാണ് എന്ന്. എൻ്റെ മൈനസ് പോയിൻറ്റുകളൊക്കെ എനിക്കറിയാം. ആരുമില്ല അവിടെ അറിയാത്തവർ. ഇനി അറിയാത്തവർ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി, ഭാര്യയോട് ചോദിച്ചാൽ പറഞ്ഞു തരും.
ഉമ്മയോട് ചോദിച്ചാൽ പറഞ്ഞു തരും, ഉപ്പയോട് ചോദിച്ചാൽ, നമ്മുടെ കൂടെ കൂടുന്ന, നമ്മുടെ തോളിൽ കൈവച്ച് നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. എന്താണ് വഴി നന്നാകാൻ? ഒന്നാമത്തെ വഴി സഹോദരങ്ങളെ, നമ്മുടെ അഖീദ ശുദ്ധമാക്കുക എന്നതാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ അഖീദ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചുകൂടൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്തിക്കൂടൂ. അത് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിച്ചുകൂടൂ. അങ്ങനെ പറ്റൂ. അള്ളാഹു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം ഒക്കെ പഠിപ്പിച്ചു തന്നു. ഓരോന്നും പ്രവാചകന്മാരയച്ചില്ലേ? ഓരോ സമയത്തും വന്ന അസാൻമാർഗിക പ്രവണതകളിൽ നിന്ന് അവരെ തടയാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നിരന്തരമായി നാം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. ആഗ്രഹിച്ചുകൊണ്ട്, ഞാനീ പറഞ്ഞതുകൊണ്ട് അല്ല, ആഗ്രഹിച്ച് ചോദിക്കണം. എനിക്ക് ഈ പറഞ്ഞതൊക്കെ കിട്ടണം, എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഭവനമുണ്ടാകണം, എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു തൂക്കിക്കണക്കാക്കുമ്പോൾ ഏറ്റവും നല്ല കനം തൂങ്ങുന്നതാകണം, എൻ്റെയും ശത്രുതയുള്ളവരുടെയും ഇടയിൽ ആത്മമിത്രമായി മാറാൻ എനിക്ക് സാധിക്കണം. അല്ലേ? എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്ന വരികളിൽ ഇങ്ങനെ കാണാം, ഇഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, ഇഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എന്നെ നീ വഴി നടത്തണമേ. ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്, നിനക്കല്ലാതെ റബ്ബേ അതിന് കഴിയുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു. നബി തിരുമേനി പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്. മുൻകറാത്തിൽ അഖ്ലാഖ്, ആ പദം എല്ലാവരും പഠിച്ചു വെക്കേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെത്തും. എനിക്ക് ഇന്നു മുതൽ, ഈ വെള്ളിയാഴ്ച മുതൽ, ഈ ജുമുഅ മുതൽ എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം. ഞാൻ ഒരുപാട് ചീത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ദേഷ്യമുണ്ടായിരുന്നു, പകയുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു, അസൂയുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. ഒക്കെ മാറ്റണം, ഒക്കെ മാറ്റണം. വെള്ളിയാഴ്ച വല്ലാത്ത ദിവസമാണ് വെള്ളിയാഴ്ച. എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. ഇന്ന് ചോദിക്കേ, ഈ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കെന്നെ മാറ്റണം, എങ്കിലേ ഞാൻ സ്വർഗത്തിൻ്റെ ആളായി മാറൂ. അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരിക്കൽ പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ രൂപം നീ മനോഹരമാക്കിയിരിക്കുന്നു. റസൂൽ ഭയങ്കര ഭംഗിയുള്ള ആളായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായിരുന്നു റസൂലിൻ്റെ മുഖം. എത്ര ഭംഗിയായിരുന്നു റസൂലിനെ കാണാൻ. റസൂൽ പറഞ്ഞു, നമ്മളൊക്കെ ഭംഗിയുള്ളവരാ, എല്ലാവരും ഭംഗിയുള്ളവരാ. നിങ്ങളൊന്ന് മിററിൽ പോയി നോക്കിയാൽ മതി നമ്മളെ ഭംഗി കാണണമെങ്കിൽ. ഭയങ്കര ഭംഗിയുള്ളവരാ നമ്മളൊക്കെ. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അതുകൊണ്ട് ഫഅഹ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവം എനിക്ക് നീ നന്നാക്കി തരണമേ എന്ന്. എൻ്റെ പ്രകൃതം, എൻ്റെ ശരീരം, എൻ്റെ രൂപം ഇതൊക്കെ നന്നാക്കി തന്നതുപോലെ എനിക്ക് എൻ്റെ സ്വഭാവവും നന്നാക്കി തരണമേ. 2. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മളൊക്കെ മുജാഹിദുകളാകണം. മുജാഹിദുകളാകാന്ന് പറഞ്ഞാൽ സുന്നി മുജാഹിദും അല്ല ഞാൻ പറഞ്ഞത്, മുജാഹദത്തുണ്ടാകണം. മുജാഹദത്ത് എന്തിനോടും നോക്കൂ, ഒരു ചീത്ത സ്വഭാവം നമ്മളിലുള്ളത് നീക്കണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു എക്യുപ്മെൻ്റ്, എന്തെങ്കിലും ഒരു ഉപകരണം, അതിന്മേൽ കുറച്ച് തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നീക്കൽ? ഒരു ദിവസം പെട്ടെന്ന് നീങ്ങോ? ഇല്ല. നിരന്തരം നമുക്കറിയാം എങ്ങനെയാണ് തുരുമ്പ് മാറ്റുക. അതിന്മേ തുരുമ്പ് മാറാനുള്ള സാധനങ്ങൾ ഒഴിക്കണം, എന്നിട്ട് ഒരക്കണം, ഒരക്കടലാസ് വാങ്ങി ഒരക്കണം, വീണ്ടും ഒരക്കണം. ഈ പണിക്കാണ് എന്ത് പറയാം? മുജാഹദത്ത് എന്ന് പറയാം. അല്ലാഹു തആല പഠിപ്പിച്ചു, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ മുജാഹദത്ത് നടത്തിയാൽ, പരിശ്രമം നടത്തിയാൽ മാറണോ? എന്തും മാറും. ആരെയാ മാറ്റിയത്? എത്ര പരുഷ പ്രകൃതക്കാരെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയത്? ഓർക്കുന്നില്ലേ? എങ്ങനെയാ മാറിയത്?
അല്ലാഹു പറയല്ലേ നഹ്ദിയന്നഹും സുബുലന, നമ്മുടെ യഥാർത്ഥ മാർഗത്തിലേക്ക് നാം അവരെ എത്തിക്കുക തന്നെ ചെയ്യും. എത്തിക്കണം. ഇത് ഒരു തവണ ഒരസിക്കളഞ്ഞ് മാറി നിൽക്കരുത്. വീണ്ടും വരും തുരുമ്പ്, വീണ്ടും വരും തുരുമ്പ്, വീണ്ടും വരും തുരുമ്പ്. വഅബ്ദുർ റബ്ബക് ഹത്താ യഅതിയകൽ യഖീൻ, മരണമെത്തുന്നത് വരെ തുരുമ്പൊരസിക്കളഞ്ഞുകൊണ്ടിരിക്കണം, ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എങ്ങനെയാണ്? നല്ല ഡ്രസ്സൊക്കെ വാങ്ങി പെരുന്നാണ്ടെന്ന് അണിഞ്ഞിട്ട് നമ്മൾ വൈഫിനോട് ചോദിക്കൂലേ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? അല്ലേ, മക്കളോട് ചോദിക്കൂലേ എങ്ങനെയുണ്ട്? നമുക്ക് ചോദിക്കാൻ സാധിക്കണം എല്ലാ ദിവസവും. രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്? വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഞാൻ മാറുന്നുണ്ടോ? വല്ലാഹി അള്ളാഹുവാണ് സത്യം. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് എന്ത് പറഞ്ഞത്? ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനമായി സഹോദരന്മാരെ, ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞ മുഹാസബത്തു നഫ്സ്, ആത്മവിചാരണ, അത് നടത്തിക്കൊണ്ടേയിരിക്കണം. ഒരു ചെറിയ അബദ്ധം വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മവിചാരണ. ഞാൻ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു പോയില്ലേ? ഉമ്മനോട് പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞുപോയി, ഉമ്മനോട് പറഞ്ഞുപോയി, ഉപ്പയോട് പറഞ്ഞുപോയി. വാക്കല്ല, നിങ്ങൾക്കറിയോ എന്തുമാത്രം സൂക്ഷ്മതയാണ് ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്ത് ചെയ്തത് എന്ന്. എന്തുമാത്രം സൂക്ഷ്മത! നമ്മൾ അത്ഭുതപ്പെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ആളുകൾക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട്, മോനെ എന്ന് വിളിക്കുക. ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, പ്രായമായതാ. ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അബൂ റളിയല്ലാഹു അൻഹു വളരെ വിളി അധികമായപ്പോൾ ഒന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നിരുന്ന വിരിപ്പിട്ട് എടുത്തൊന്ന് കുടഞ്ഞുപോയി. കുടഞ്ഞപ്പോൾ ആ പൊടി, ആ വിരിപ്പിൽ പൊടി ഉണ്ടാവും, കാരണം മണലല്ലേ വിരിച്ചത്. ഉമ്മാൻ്റെ മുഖത്തേക്കായിപ്പോയി. ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം ഇസ്തിഗ്ഫാർ നടത്തിയിരുന്ന ഒരു വിഷയമായിരുന്നു അത്. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? ഈ തുരുമ്പ് മായ്ച്ചു കളയല. എന്താ ചെയ്ത്? എത്ര പൊടി നമ്മളെ കൈ കൊണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ മുഖത്തേക്കായി. പൊടി മാത്രമല്ല, നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ റബ്ബ് ഗഫാറാണ്, ഗഫാർ വദൂദാണ്. എല്ലാം പുറത്തു തരുന്ന, അതിശക്തമായി നമ്മളെ സ്നേഹിക്കുന്ന, മറ്റാരേക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതൊരു വലിയ സംഭവം. എൻ്റെ സ്വഭാവം നന്നാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം? വലക ബിമിസ്ലിഹി ആമീൻ. മലക്കുകൾ ആമീൻ പറയും ബാക്കിൽ ഇരുന്നിട്ട്. ആമീൻ, ഇവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം. ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അള്ളാഹു വേഗം എനിക്കത് ശരിയാക്കി തരും. ഏതും, ഇത് മാത്രമല്ല, ഏത് സംഗതിയും നമ്മളെപ്പോഴും അങ്ങനെയാണ്. അതായിരിക്കണം നമ്മുടെ സ്വഭാവം. അതല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയും? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ ഉള്ളിൽ ഈമാനുള്ള ഒരാളോടും റബ്ബേ ഒരു പക, ഒരു വെറുപ്പ് ഉണ്ടാക്കരുതേ. നീ റഊഫാണല്ലോ, അത്യധികം ദയ ചെയ്യുന്നവനാണല്ലോ, അത്യധികം കരുണ ചെയ്യുന്നവനാണല്ലോ. റഹമുർ-റഹീമനായ റബ്ബ് ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ വരാനും ഈ പള്ളിയിൽ ഖുത്ബ നിർവഹിക്കാനും തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ഒരുപാട് സ്തുതിക്കുകയാണ്. എൻ്റെ ആഗ്രഹമായിരുന്നു ഇത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇനിയും ഈ പള്ളിയിൽ നിന്ന് ഈമാനിൻ്റെയും തൗഹീദിൻ്റെയും ഒക്കെ പ്രകാശം ചുറ്റുഭാഗവും പ്രസരിപ്പിക്കുവാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഇതിനൊക്കെ നമുക്ക് സൗകര്യം ചെയ്തു പോയ ഒരുപാട് നല്ല മനുഷ്യർ ഈ പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്നു. അവരൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയവർ പലരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ ഫിർദൗസുൽ അലയ്യൻ അള്ളാഹുവെ നീ ഒരുമിച്ച് ചേർക്കണമേ.
റഹമുർ-റഹീമീനായ റബ്ബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. ഗസയിലെ ഞങ്ങളുടെ പാവപ്പെട്ട മക്കൾക്ക് നീ ഭക്ഷണം നൽകണമേ. എല്ലാവിധ ഭയപ്പാടുകളിൽ നിന്നും അവർക്ക് നീ നിർഭയത്വം നൽകണമേ. റഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും നീ പരാജയപ്പെടുത്തണമേ. അവർക്ക് നീ ഹിദായത്ത് നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمتك يا رب العالمين. اللهم انصرهم نصر عزيز مقتدر. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصرهم نصرا قويا يا رب العالمين. اللهم عليك بأعدائك أعداء الدين. اللهم عليك بأعدائك أعداء الدين فإنهم لا يعجزونك يا الله. اللهم دمر اليهود والكفرة يا رب العالمين. اللهم أرنا عجائبك فيهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم كما أحسنت خلقنا أحسن خلقنا يا رب العالمين. اللهم ألف بين قلوبنا ووحد صفوفنا برحمتك يا أرحم الراحمين. اللهم ارزقنا الفردوس الأعلى برحمتك يا أرحم الراحمين. اللهم اجمعنا في فردوس الأعلى كما جمعتنا في هذا المسجد يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله.